ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഞാനിവിടെ കുറച്ച് ദശാംശ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഡെസിമൽ ഫോംസ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലാക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ഭിന്നസംഖ്യ രൂപത്തിലേക്ക് ഈ സംഖ്യകളെ മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ദശാംശത്തിന് ശേഷം, ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത്രയും സീറോസ് താഴെ വരണം. അതായത് അത്രയും പ്രാവശ്യം 10ന്റെ കൃതി വരണം. 10 സ്ക്വയർ വരികയല്ല, കാരണം 2 നമ്പർ ഇല്ല, ഒറ്റ നമ്പരേ ഉള്ളൂ. അപ്പൊ 10⁻1. ഇവിടെ 2 നമ്പറുണ്ട്. ദശാംശത്തിന് ശേഷം, ഡെസിമൽ പോയിന്റിന് ശേഷം 2 അക്കങ്ങൾ ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്ററിൽ 2 സീറോ അല്ലെങ്കിൽ 10 സ്ക്വയർ വരണം. ഇവിടെ 3 അക്കം ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 3 സീറോസ് വരണം, അല്ലെങ്കിൽ 10⁻3. ഇവിടെ എത്ര നമ്പറാണോ ഉള്ളത് അതായിരിക്കും കൃതി. ഇവിടെ 10⁻3 വരും, ഇവിടെ 10 സ്ക്വയർ വന്നു, ഇവിടെ 10⁻1 വന്നു. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇതിലെ നമ്പേഴ്സ് എല്ലാം ഈ ദശാംശത്തിന്, ഡെസിമലിന് മുമ്പ് സീറോയാണ് ഞാൻ തന്നിരുന്നത്. പക്ഷെ ഇവിടെ ഡെസിമലിന് മുമ്പ് നമ്പേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഡെസിമൽ ഇല്ലാതെ മുകളിൽ എഴുതിയാൽ മതി. 52 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ആകുമ്പോഴോ 318 എന്ന് എഴുതിയാൽ മതി. ഇവിടെ 4267 എന്ന് എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ദശാംശത്തിന് മുമ്പ് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ദശാംശത്തിന് ശേഷമുള്ള നമ്പറാണ് നോക്കേണ്ടത്, ഡിനോമിനേറ്റർ അഥവാ ഛേദം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ദശാംശത്തിന് ശേഷം ഒരൊറ്റ അക്കവേ ഉള്ളതുകൊണ്ട് ഛേദം 10. ഇവിടെ ഛേദം 100 വന്നു. 2 അക്കം ഉണ്ട്, 2 അക്കം ഉള്ളതുകൊണ്ട് 100 വന്നു. ഇവിടെ ഛേദം 3 ദശാംശത്തിന് ശേഷം 3 അക്കം ഉള്ളതുകൊണ്ട് ഛേദത്തിൽ 3 0 ഉണ്ടാകണം, അല്ലെങ്കിൽ 10⁻3 ആയിരിക്കണം. ഇനി അംശം എങ്ങനെ എഴുതുന്നത്? ദശാംശം ഇല്ലാതെ എഴുതുക. ഡെസിമൽ പോയിന്റ് ഇല്ലാതെ അങ്ങ് നമ്പേഴ്സ് എഴുതിയാൽ മതി. ഇവിടെ ഈ സീറോയെ കളയരുത്, ഇത് ഇടയ്ക്കാണ് ഇരിക്കുന്നത്, സീറോയെ കളയരുത്. ഇവിടെയും അതേപോലെ തന്നെ 18004. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഞാൻ 0.91 എന്ന നമ്പർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് പിരിച്ചെഴുതണം. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ ആദ്യം ഭിന്നസംഖ്യ രൂപത്തിലാക്കാം. ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ ദശാംശം ഇല്ലാതെ അംശം എഴുതുക. ദശാംശത്തിന് ശേഷം എത്ര അക്കം ഉണ്ടോ അതാണ് 10ന്റെ കൃതി. 10ന്റെ കൃതി അന്നേരം 2 വന്നു, അല്ലെങ്കിൽ 100 എന്ന് എഴുതാം അല്ലേ. ഇനി 91/100നെ നമുക്ക് എങ്ങനെ എഴുതാം? പിരിച്ചെഴുതുമ്പോൾ 91നെ 90+1 എന്ന് എഴുതാമല്ലോ, /100 എന്ന് എഴുതാമല്ലോ അല്ലെ. ഈ 100 ഓരോരുത്തർക്കും കൊടുക്കാം. അതായത് 90ക്ക് വേറെ കൊടുത്തു, 1ന് വേറെ കൊടുത്തു. അപ്പൊ 90/100 പ്ലസ് ഈ പ്ലസ് ഇട്ടു 1/100 എന്ന് എഴുതാമല്ലോ അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ അക്കം 0 വന്നാൽ നമുക്ക് കട്ട് ചെയ്യാം. ഇടയ്ക്കാണ് 0 കട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ 9/10 പ്ലസ് 1/100 എന്ന് വന്നല്ലോ. ഈ 9/10നെ ദശാംശമാക്കുമ്പോൾ എന്ത് വരും? ഛേദത്തിൽ ഒരു സീറോയേ ഉള്ളൂ. അപ്പം ദശാംശ ബിന്ദുവിന് ശേഷം ഒരൊറ്റ അക്കം പ്ലസ് 1/100. ദശാംശം ഛേദം എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്. 10ന്റെ കൃതി 2 ആണ്, അല്ലെങ്കിൽ 2 0 ഉള്ളത് കൊണ്ട് ദശാംശത്തിന് ശേഷം 2 അക്കം വേണം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരക്കവേ ഉള്ളൂ, അപ്പോൾ ഇവിടെ 0 ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 0.91നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.9 പ്ലസ് 0.01. അതായത് ആദ്യത്തെ അക്കം 9 ആണ്, 0.9 എഴുതി. ഇനി രണ്ടാമത്തെ അക്കം 1 ആണ്. അപ്പോൾ ആ 1 രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ആദ്യത്തെ സ്ഥാനത്ത് 0 ഇടുമ്പോഴാണ് 0.01 കിട്ടുന്നത്. അപ്പോൾ അങ്ങനാണെങ്കിൽ 0.627 ഇതിനെ നമുക്കൊന്ന് പിരിച്ചെഴുതണം. ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ നമ്പർ 0.6 എഴുതി, പ്ലസ് രണ്ടാമത്തെ നമ്പർ മാത്രം അവിടെ ഉണ്ടാവണം. അതായത് രണ്ടാമത്തെ അക്കം 2 അവിടെ ഇരിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും 0 ആണ് അല്ലേ. അപ്പൊ ഈ 0 ഇടേണ്ട ആവശ്യമില്ല, വില സെയിം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ അക്കം 7 വരണം. അപ്പോൾ പോയിന്റ് മൂന്നാമതേ 7 വരാവുള്ളൂ, ബാക്കി 2 0 ആയിരിക്കണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് മനസ്സിലായല്ലോ.
അങ്ങനെയാണെങ്കിൽ 0.034 എങ്ങനെ എഴുതാം? ആദ്യത്തെ അക്കം 0 ആണല്ലോ, ദശാംശത്തിന് ശേഷം അത് എഴുതേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ അക്കം തൊട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ അക്കം 3 ആണ്. ഇപ്പുറത്ത് 0 ഇട്ടു, വലതുവശത്ത് 0 ഇടേണ്ട ആവശ്യമില്ല. പ്ലസ് അവസാനത്തെ അക്കം 4. അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് 4. അപ്പോൾ 2 സ്ഥാനം 0 ഇട്ടിട്ട് 3-ാം സ്ഥാനം 4 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഡിനോമിനേറ്റർ 10-ഓ 100-ഓ 1000-ഓ ഒക്കെ വരുന്നതാണ്. ഇനി അതല്ല, 2 വന്നാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കിതിനെയും 10-ഓ 100-ഓ 1000-ഓ ആക്കി മാറ്റണം. അപ്പോൾ ഈ നമുക്കറിയാവുന്ന സംഗതി എന്താണ്? 2നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വന്നു? 10 വന്നു അല്ലേ? അപ്പം നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് ആ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കുക, അല്ലെങ്കിൽ നമ്പർ മാറിപ്പോവും, നമുക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോവും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5 വന്നു, 2 × 5 10 വന്നു അല്ലേ? അപ്പോൾ ഛേദം എന്ത് വന്നു? 10 വന്നു. ഡിനോമിനേറ്റർ 10 വന്നാൽ ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഒരു 0 ഉള്ളൂ. അപ്പം ഡെസിമൽ പോയിന്റിന് ശേഷം ഒരൊറ്റ നമ്പരേ വരാൻ പാടുള്ളൂ. ദശാംശ ബിന്ദുവിന് ശേഷം ഒരൊറ്റ അക്കവേ വരാൻ പാടുള്ളൂ. അങ്ങനാണെങ്കിൽ 1/5 വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ 1/5നെ ഈ 5നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 ഉണ്ടാക്കാൻ പറ്റുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 1 × 2 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 5 × 2 10. ഇപ്പോൾ ഡിനോമിനേറ്റർ വീണ്ടും 10 വന്നല്ലോ. എങ്ങനെയാണ് ഡെസിമൽ ഫോം എഴുതുന്നത്? 0.2 എന്ന് നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ 2-ഓ 5-ഓ വന്നാൽ ഇപ്പോൾ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആയിക്കോളും, 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 10 ആയിക്കോളും. ക്ലിയർ ആയോ? അങ്ങനാണെങ്കിൽ ഡിനോമിനേറ്റർ 4 വന്നാൽ എന്ത് ചെയ്യും? 1/4 അല്ലെങ്കിൽ 3/4 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ 4നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10-ഓ 100-ഓ 1000-ഓ 10-ഓ 100-ഓ 1000-ഓ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അപ്പോൾ 1/4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടും. അപ്പോൾ 1നെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് വന്നു? 1 × 25 25 വന്നു, 4 × 25 100 വന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? 10ന്റെ സ്ക്വയർ, 2 0 വന്നു. അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം 2 അക്കം ഉണ്ടാകണം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ 2 വന്നപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 വന്നപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 വന്നപ്പോൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 25 വന്നാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1/25 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1നെയും 25നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 4 എന്തായി? 4 ആയി. 25 × 4 100 ആയി. ഇപ്പോൾ ഡെസിമലിന് ശേഷം 2 അക്കം ഉണ്ടാകണം. ദശാംശ ബിന്ദുവിന് ശേഷം 2 അക്കം വേണം. നമ്മുടെ കയ്യിൽ ഒരക്കവേ ഉള്ളൂ. അപ്പോൾ ഒരു 0 ഇട്ടിട്ട് 4 എഴുതുക. 4 വന്നാൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 വന്നോളും. 25 വന്നാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 വന്നോളും. ഇനി ഈ 4 × 25 എങ്ങനെ കിട്ടി എന്നൊന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ 1/4 ആയിരുന്നു അല്ലേ? നമുക്കതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 1/4നെ 2 × 2 എന്ന് എഴുതാമല്ലോ അല്ലേ? നമുക്ക് 2 കിട്ടിയാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 ആവും നമുക്കറിയാം അല്ലേ? അപ്പോൾ ആദ്യത്തെ 2നെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ 10 ആയല്ലോ. രണ്ടാമത്തെ 2നെയും ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്ത എന്തൊക്കെയാണ്? 5 × 5. 5 × 5 എന്താണ്? 25. ആ 25 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഛേദത്തിൽ ഗുണിച്ചാൽ അംശത്തിലും അതേ നമ്പർ കൊണ്ട് നമ്മൾ ഗുണിക്കണം. അങ്ങനെയാണ് നമുക്ക് ആ 25 വന്നത്. മനസ്സിലായോ? അല്ലാതെ വെറുതെ നമ്മൾ 25 എടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ 4 കിട്ടിക്കഴിഞ്ഞാൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 25 വന്നാലും അതേപോലെ തന്നെ. ഇപ്പോൾ 1/25 ആണ്. 25നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/5 × 5, അതായത് 5 സ്ക്വയർ. അപ്പോൾ ഓരോ 5നും എന്തുകൊണ്ട് ഗുണിക്കണം?
2 കൊണ്ട് ഗുണിക്കണം എങ്കിലേ ഉള്ളൂ 5 2s are 10 വരത്തുള്ളൂ. അതേപോലെ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 വരും. അപ്പൊ എക്സ്ട്രാ നമ്മൾ കൊടുത്ത് 2 × 2 4 ആണ്. ആ 4 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 25 വന്നാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 വന്നാൽ 25 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ കിട്ടത്തുള്ളൂ എന്നുള്ളത് നമ്മൾ എഴുതി നോക്കേണ്ടി വരികയില്ല. അല്ലാതെ തന്നെ നമ്മൾ ചെയ്തു പൊക്കോളും. ഇനി 1/8 വന്നാൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. 8 എന്ന് പറയുമ്പം 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വന്നു, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വന്നു. അപ്പൊ 2 എത്ര പ്രാവശ്യം വന്നു? 3 പ്രാവശ്യം വന്നു അല്ലെ. 1/2 3 പ്രാവശ്യം വന്നു. നേരത്തെ 1/4 ആയിരുന്നു. അപ്പൊ 1/2² എന്നതിനെ എഴുതാം. 2² വന്നത് കൊണ്ട് 5² കൊണ്ട് ഗുണിക്കണം. 2 × 5 10 ആണ്. അപ്പോൾ 5² ആണ് 25. ആ മുകളിലും താഴെയും 5² കൊണ്ട് ഗുണിക്കുക. അതായത് 5² എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ് അല്ലെ. 5² 25 കൊണ്ടല്ലേ നമ്മൾ ഗുണിച്ചത്. അപ്പൊ ഇവിടെ 2³ വന്നാൽ എത്ര കൊണ്ട് ഗുണിക്കണം? 5³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5³ എത്രയാണ്? 5 × 5 × 5. 5 5s are 25. 25 5s are 125. അതായത് 8 വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 വന്നു കഴിഞ്ഞാൽ അതിനെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും നോക്കാം. 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. 8 5s are 40. 8 2s are 16 plus 4 20. 8 1s are 8 plus 2 10. 1000 വരും. അപ്പൊ നേരെ തിരിച്ചെഴുതിയാൽ 125 വന്നാൽ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോഴും 1000 തന്നെയാണ്. അപ്പൊ ഈ 3 പേർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വന്നു? 1/8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5³ എന്ന് പറയുന്നത് എത്രയാണ്? 125. അപ്പോൾ 1 × 125 ആയല്ലോ അല്ലെ. അപ്പോൾ 8നെ 125 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 വന്നു. 1നെ 125 കൊണ്ട് ഗുണിക്കുമ്പോൾ 125 തന്നെ. അപ്പൊ അത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 3 അക്കങ്ങൾ വേണം പോയിന്റിന് ശേഷം. അതായത് ഇവിടെ 3 അക്കങ്ങളുണ്ട്. അപ്പോൾ 0.125 എന്ന് ആൻസർ എഴുതാവല്ലോ. ഇനി ഛേദം 160 ആയാലോ. 160 നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അതായത് അവസാനത്തെ നമ്പർ 0യോ 5ഓ വന്നാൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 16നകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. 5 × 3 15 ആണ്. മിച്ചം 1 10. മിച്ചം 1 വരുമ്പോൾ അടുത്ത നമ്പർ 10 ആയിട്ട് എടുക്കുക. 10നകത്ത് 5 2 പ്രാവശ്യം അല്ലെ. ഇനി ഈ ഇരട്ട സംഖ്യയാണ് 32. അപ്പൊ 2 കൊണ്ട് ഹരിക്കാമല്ലോ. 3നകത്ത് 2 1 പ്രാവശ്യം. മിച്ചം 1. 12നകത്ത് 2 6 പ്രാവശ്യം. 2 കൊണ്ട് ഹരിക്കുമ്പം 8 വന്നു. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4. 2 കൊണ്ട് ഹരിക്കുമ്പം 2. അപ്പോൾ ഈ 160നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 ഗുണം 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2/5 എന്ന് എഴുതാം അല്ലെ. അപ്പോൾ ഇവിടെ ഒരു 2 എടുത്ത് കഴിഞ്ഞാൽ ഈ 2/5 നിന്ന് ഒരു 2 ഈ 5ന്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ 10 ആയിക്കോളും. 5 × 2 10 ആയിക്കോളും അല്ലെ. അപ്പൊ 1/10 × 2/, ഒരെണ്ണം നമുക്ക് ഇതിന്റെ കൂടെ കൊടുത്തു. ബാക്കി എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണവേ ഉള്ളൂ. അപ്പൊ ഈ 2/4നെ നമുക്ക് ഒരു 2നെ ഒരു 5 കൊണ്ട് ഗുണിക്കുക. 4 2 ഉള്ളതുകൊണ്ട് 4 5 കൊണ്ട് ഗുണിക്കണം അല്ലെ. 5/4 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ ഇവിടെ എത്ര വന്നു? ഒരു 10 ഉണ്ട്. 1/10 ഉണ്ട്. പിന്നെ 2 × 5 10 ആണ്. 10/4 വന്നു അല്ലെ. ഇവിടെയോ 5/4 എന്ന് പറയുമ്പോൾ 5നെ 4 പ്രാവശ്യം ഗുണിക്കണം. 5 × 5 25 ആണ്. ഇവിടെയും 5 × 5 25. 25 × 25 625 ആണല്ലോ. അപ്പൊ 1 × 625 625 എന്നും വന്നു. ഇവിടെ 10 എത്ര പ്രാവശ്യം വന്നു? ഇവിടെ 4 എണ്ണം, ഇവിടെ 1 എണ്ണം, 5 പ്രാവശ്യം. അപ്പൊ എത്ര 0 വന്നു? 5 0 വന്നു. അപ്പൊ ഡെസിമൽ പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ ദശാംശ ബിന്ദുവിന് ശേഷം, ഡെസിമൽ പോയിന്റിന് ശേഷം 5 അക്കം ഉണ്ടാവണം അല്ലെ.
നമ്മുടെ കയ്യിൽ 3 എണ്ണമേ ഉള്ളൂ. അപ്പോൾ എത്ര പൂജ്യം കൂടെ ഇടണം? 2 പൂജ്യം ഇടണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള 625 എഴുതണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് പേജ് നമ്പർ 166 ചോദ്യം ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചുവടെയുള്ള ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിൽ എഴുതുക. ഇവിടെ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 5 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അതിനെ ദശാംശ രൂപത്തിൽ എഴുതണം. 5 ഫ്രാക്ഷൻസ് തന്നിരിക്കുന്നതിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അതിലെ ഒന്നാമത്തെ ഫ്രാക്ഷനാണ് 3/20. നമുക്കറിയാം 2 വന്നിട്ടുണ്ട് അല്ലെ. 2 × 10 ആണല്ലോ 20. അപ്പൊ 2 വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20യെ 2 × 10 എന്ന് എഴുതാം. 2 × 10 ആണ് 20. ആ 10 ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ 2നെ മാറ്റാൻ വേണ്ടി എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. മുകളിലും താഴെയും 5 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. ബൈ 20 × 5, 2 × 5 10, പിന്നെ ഒരു 0 കൂടെ, അപ്പൊ 100. ഇനി ദശാംശത്തിന് ശേഷം എത്ര അക്കം വരും? ഡെസിമൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റേ വരത്തുള്ളൂ. അതായത് ഇവിടെ 0.15 എന്ന ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3/40. അപ്പൊ 3/40യെ എന്തൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 40യെ നമുക്ക് 4 × 10 എന്ന് എഴുതാം. 4 വരുമ്പോ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ 25 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 25 എന്ന് പറയുന്നത് 75 ആണ്. 4 × 25 100. പിന്നെ ഒരു 0 കൂടെ ഉണ്ടല്ലോ, 1000 വന്നു. ഇപ്പൊ ഡെസിമൽ പോയിന്റിന് ശേഷം, ദശാംശ ബിന്ദുവിന് ശേഷം 3 അക്കം വേണം. അപ്പൊ 3 അക്കം ഇല്ല നമുക്ക്. മുകളിൽ 2 അക്കവേ ഉള്ളൂ. അപ്പം 0.75 എന്ന് എഴുതി 3 അക്കം ആക്കണം. ദശാംശത്തിൽ എഴുതുമ്പോൾ 0.075 എന്ന ഡെസിമൽ ഫോം നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തത് 13/40. 40 തന്നെയാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അപ്പൊ 25 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിൽ 1000 വന്നു. ഈ ന്യൂമറേറ്ററിൽ 25നെ 13 കൊണ്ട് ഗുണിക്കണം. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 325 കിട്ടി. അപ്പൊ നമുക്ക് ഡെസിമലിന് ശേഷം 3 നമ്പേഴ്സ് മതി. നമ്മുടെ കയ്യിൽ ഓൾറെഡി 3 എണ്ണം ഉണ്ട്. അപ്പൊ 0.325 എന്ന് ആൻസർ കിട്ടി മൂന്നാമത്തെ. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. 7/80. ഇവിടെ 80യെ നമുക്ക് എങ്ങനെ എഴുതാം? 80യെ 8 × 10 എന്ന് എഴുതാം. അപ്പൊ 10 നമുക്ക് അവിടെ മാറ്റി വെക്കാം. 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. അപ്പൊ 8നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7/80യെ × 125. ഇപ്പൊ 8 × 125 1000 ആണ് അല്ലെ. പിന്നെ ഒരു 0 കൂടെ ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 10,000 വന്നു. പിന്നെ 125നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇപ്പൊ 875 എന്ന് വന്നു. ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ് വേണം. നമുക്ക് 3 എണ്ണവേ ഉള്ളൂ. അപ്പോൾ ഒരു 0 ഇട്ടിട്ട് വേണം 875 എഴുതാൻ. ഡെസിമൽ പോയിന്റ് ഇടുക. ഡെസിമലിന് മുമ്പ് ഒന്നും ഇല്ലെങ്കിൽ 0 ഇടുക. ഇനി അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. 5/16 ആണ് അല്ലെ. നമുക്ക് 5/16 വരുമ്പോ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. അതായത് 16 എന്ന് പറയുന്നത് 2/4 ആണ്. 2/4 ആകുമ്പോൾ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625 ആണ്. അപ്പൊ 625 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ എത്ര 0 വരും? 4 0 വരും. ന്യൂമറേറ്റർ 625നെ 5 കൊണ്ട് ഗുണിക്കാം. 625നെ 5 കൊണ്ട് ഗുണിക്കുമ്പം 3125 വന്നു. അപ്പൊ ഡിനോമിനേറ്ററിൽ 4 0 ഉണ്ട് അല്ലെ. ഇപ്പൊ ദശാംശത്തിന് ശേഷം 4 അക്കം വേണം. നമ്മുടെ കയ്യിൽ ഓൾറെഡി 4 എണ്ണം ഉണ്ട്. 0.3125 എന്ന് ആൻസർ കിട്ടിയല്ലോ. എല്ലാ ചോദ്യങ്ങളും മനസ്സിലായല്ലോ. ബാക്കി 2 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.